ഇന്നലെ റോക്കി എന്നെ പറഞ്ഞു, നീ എൻ്റെ ഭർത്താവിനെ പറഞ്ഞു, നാളെ അപ്സരയുടെ അച്ഛനെ വിളിക്കില്ല എന്നെന്ത് ഉറപ്പ്, നാളെ അമ്മേനെ വിളിക്കില്ല എന്നെന്ത് ഉറപ്പ്. അസറോക്കിയുടെ എവിക്ഷനായിട്ട് ബന്ധപ്പെട്ടും ആദ്യം ഉണ്ടാവുന്ന ഒരു ഫൈറ്റും അപ്സരയായിട്ട് തന്നെയാണ്. സത്യത്തിൽ അത് റോക്കിയും സിജോയും തമ്മിലുണ്ടായ ഒരു അടിയുടെ ഇത് കാണാൻ വേണ്ടിയായിരിക്കും ആൾക്കാർ ഇരുന്നത്. ഇതിനൊക്കെ മുമ്പാണ് അപ്സരയും റോക്കിയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായി. ഭയങ്കരമായിട്ടുള്ള പ്രൊവോക്ക് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാവും, പിയാസി, റോക്കി, അയാളെല്ലാവരുടെ അടുത്തും അതൊരു ഗെയിമിന്റെ ഭാഗമാണ്. അതിൽ നമുക്ക് അയാൾ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അത് പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഗെയിമേ അങ്ങനെയാണ്. അയാൾ പ്രൊവോക്കായിട്ട് സിജോന്റെ മുഖത്ത് അടിച്ചു, വെറുതെ ഇങ്ങനെ അടിക്കുന്നില്ലേ അത്. അതൊരു പെണ്ണിനെയാണ് അടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അപ്സരേനെ ആയിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലേഡി കണ്ടസ്റ്റന്റിനെ ആയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ മരിച്ചു പോകും. അടിച്ചിട്ട് ഇപ്പൊ എന്തോ സിജോന്റെ താടിയലിന് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലാണ് അയാൾ ടാർഗറ്റ് ചെയ്ത് ചില ആൾക്കാർ, അതായത് ഒട്ടും പെർഫോം ചെയ്യാത്ത ആൾക്കാരല്ല, നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരെ. നല്ല ക്യാപ്റ്റൻ എന്നുള്ളത് മോഹൻലാൽ കൊടുക്കുന്ന സമയത്ത് പോലും റോക്കി പറഞ്ഞത് അപ്സര കൊള്ളാം, നല്ല ക്യാപ്റ്റനൊക്കെ തന്നെയാണ്. കാരണം എല്ലാവരും നല്ലൊരു പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുപോയി. പക്ഷെ അപ്സരേനെ ഇങ്ങനെ എന്താണ് പറയുക, മനഃപൂർവ്വം ഇങ്ങനെ പച്ചമലയാളത്തിൽ പറഞ്ഞ് ചൊറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടന് പറഞ്ഞത് ഒട്ടും പുള്ളിക്കാർക്ക് അത്ര ആ സിറ്റുവേഷനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. എന്റെ ഭർത്താവിന് എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അപ്സര പറയണം. അപ്പൊ എനിക്ക് എന്ത് പറഞ്ഞു, അപ്സരയ്ക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അപ്സരേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറഞ്ഞാൽ അപ്സര ചാടി ഇറങ്ങി പ്രതികരിക്കും. ബിഗ് ബോസിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആണുങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാസും, പെണ്ണുങ്ങൾ പറയുമ്പോൾ ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ കൊച്ചെടുത്തത്, ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാധാരണ പ്രേക്ഷകരുണ്ടാവും. അവരടുത്ത് എനിക്ക് പറയാനുള്ളത്, പിന്നെ അപ്സരയ്ക്ക് കരുനാക്കുണ്ടെന്ന് അപ്സര ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്സര ഇന്നലെ റോക്കറ്റ് വഴക്കുണ്ടായ സമയത്ത് പ്രമോല് കണ്ടൊരു കാര്യമാണ്, എൻ്റെ പല കളികളും നീ കാണാതിരിക്കുന്നുള്ളൂ, അല്ല കാണാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ കാണാനുള്ള ഭാഗ്യം നിനക്ക് അത് അറം പറ്റിയ പോലെ പോയി. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. നമ്മളുള്ളത് അപ്സരയുടെ വീട്ടിലാണ്. ഇപ്പോൾ ആൽബി ചേട്ടനാണ് നമ്മളോടൊപ്പം. അപ്പോൾ ബിഗ് ബോസിലെ സകല വിശേഷങ്ങളും ചേട്ടൻ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ചേട്ടൻ എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആൽബി ചേട്ടാ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ശരിക്കും മിസ് ചെയ്യണ്ടോ അപ്സര? എങ്ങനെയാ? പിന്നെ എന്തായാലും മിസ് ചെയ്യുമല്ലോ. കാരണം ഞാൻ അപ്സരി മാത്രമാണ് ഈ വീട്ടിൽ താമസം. അപ്പം ഇപ്പൊ 2-3 വർഷമായിട്ട് അപ്സരില്ലാത്ത ജീവിതത്തിലെ ദിവസങ്ങൾ പൊതുവെ ഇല്ല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നമുക്കല്ല, അവര് നമ്മളെ വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചോദിക്കുന്ന കാര്യം എപ്പോൾ ഇറങ്ങുന്നു എന്നല്ല ചോദിക്കുക, എപ്പോൾ തിരിച്ചു വരുമെന്ന്. അപ്പൊ നമുക്കത് ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെടും. അപ്പൊ ഇപ്പം ഒരു ഏകദേശം ഒരു 20 ദിവസമായി അപ്സര അവിടെ നിന്ന് പോയിട്ട്, 20 ദിവസമൊക്കെ കഴിഞ്ഞ്. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ രണ്ടുപേര് താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഇല്ലാണ്ടാവുമ്പോ ഉണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇവനാണ്. ഇവന്റെ പേര് ഹാച്ചി എന്നാണ്. അപ്സരയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പം ഇവിടെ അപ്സരയുടെ ഒരു വോയിസ്, ഒരു എന്തെങ്കിലും എപ്പിസോഡ് വയ്ക്കുമ്പോൾ നമ്മൾ TV-യിൽ കാണുമ്പോൾ കംപ്ലീറ്റ് റൂമിൽ ഓടിപ്പോകും, പുറത്ത് പോയി നോക്കും. കാരണം സാധാരണ അപ്സര ഷൂട്ടിന് പോയി തിരിച്ചു വരുമ്പോൾ അപ്സരയോട് എത്താറായി എന്ന് അറിയുന്നത് ഇവന്റെ ഇത് കണ്ടിട്ടാണ്. അനേകം പോയി ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. ഇപ്പം പക്ഷേ എല്ലാ വണ്ടി പോകുമ്പോഴും ആശ അവിടെ പോയി നോക്കും. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും, ഞാനിപ്പോൾ ഇവനുമാണ് ഇവിടെ ഉള്ളത്. ഇത് അപ്സരയുടെ ചേച്ചിയുടെ മകനാണ്. അപ്സരയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്ത ആള് അല്ലേ? എന്ത് പേര് പറ? ഇവൻ ഒരു 50 വട്ടം ഇന്നലെ ഇന്നിട്ട് എൻ്റെ അടുത്ത് പറയണ്, ഇളയമ എന്നാണ് വിളിക്കുക അപ്സരനെ. ഇളയമയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ. അപ്പൊ നമ്മൾ വെക്കേഷനാണ്, ഇപ്പൊ വെക്കേഷൻ തുടങ്ങി ഇവന്റെ. അപ്പൊ ഇനി 60 days വെക്കേഷനും ഉണ്ട്, മൊത്തം കറങ്ങാൻ പോവായിരുന്നു. അപ്പൊ നമ്മൾ വെക്കേഷന് കുറെ സ്ഥലങ്ങളിൽ പോവും, അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഇവനും കൂടെ കൊണ്ടുപോകും. അപ്സര തമാശക്ക് പറയാറ് ടോം ആൻഡ് ജെറിയിൽ മറ്റേ അവരുടെ കൂടെ നടക്കുന്ന പോലെ എന്ന് പറയും. എവിടെ പോലും ഞങ്ങളുടെ കൂടെ വരുന്ന ഒരാളാണ് അവൻ. അപ്പൊ അവന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടുകാർക്കൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നമുക്ക് കുറേ ദിവസം കാണാതിരിക്കുമ്പം. പക്ഷെ പോകുന്ന സമയത്ത് അപ്സര പറഞ്ഞത്, ഇനി അടിച്ചു പൊളിക്ക് 100 ദിവസം ബാച്ചിലർ ആയല്ലോ എന്നൊക്കെയാണ്. അപ്പൊ ഞാനും മനസ്സുകൊണ്ട് ശരിയാണ്, ഇനി ആരൊന്നും പറയുന്നതുകൊണ്ട് അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ചേ. പക്ഷെ ആദ്യത്തെ 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇവരെ കാണാതാവുമ്പോൾ നമ്മൾ രാവിലെ ഡ്രസ്സ് മാറി ഇറങ്ങുന്ന സമയത്ത് എൻ്റെ വാച്ച് എവിടെ, എൻ്റെ പേഴ്സ് എവിടെ, അല്ല എന്ത് കാര്യത്തിനും എപ്പോഴും ഒരു വീട്ടിലൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അമ്മയുണ്ടായിരുന്നു, അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അപ്സര ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്ന അതിഭീകരമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് 24/7 കാണുന്നത് കൊണ്ട് നമുക്ക് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിങ് ഫീലില്ല. നമുക്ക് കാണാം, പക്ഷെ നമുക്ക് അടുത്തില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗെയിമാണ്, ഷൂട്ടാണ്. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഈ ഷൂട്ടിൻ്റെ ഇതുമായിട്ട്
ഇപ്പം അപ്സരയായാലും ഒരു 10 വർഷത്തോളമായി സീരിയലിൽ വന്നിട്ട്, നമ്മൾ ഒരു 10-15 വർഷമായി ടെലിവിഷൻ മേഖലയിൽ തന്നെയാണ് പറയുക. അപ്പോൾ ഈ ഷൂട്ടിൻ്റെതായിട്ട് ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ പിരിച്ചിരുന്നൊക്കെ ശീലമുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു. അല്ല, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഗെയിമൊക്കെ കണ്ടിട്ട്? കാരണം ഇപ്പോൾ സെക്കൻഡ് വീക്കിൽ ക്യാപ്റ്റനായി, ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ്, ബെസ്റ്റ് ക്യാപ്റ്റൻ അവാർഡ് കിട്ടുന്നു. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരു ക്യാപ്റ്റനും കൂടെയാണ്. എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു 2 ആഴ്ച ഇങ്ങനെ ഗെയിമൊക്കെ കണ്ടപ്പോൾ? ഞാനെന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിന്റെ ഒരു പ്രേക്ഷകനല്ലായിരുന്നു. ഒന്നാമത് നമ്മൾ TV കാണാൻ തന്നെ പറയുന്നത്, നമ്മൾ ഈ ഷൂട്ടും എഡിറ്റും ഒക്കെ കണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഈ ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് വീണ്ടും TV വെച്ച് കാണാൻ. ഒരു പക്ഷേ ടിവിനെ ടെലിവിഷൻ മേഖല ഇതിന്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ക്യാമറയുടെ പുറകിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെന്നെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ കാണില്ല എന്നുള്ളതാണ് 99% വിശ്വാസം. കാരണം നമ്മളിത് കണ്ട് വരുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഇത് പറയും. മാത്രമല്ല ഞാൻ പൊതുവെ TV കാണാറുള്ളത് ന്യൂസ് അല്ലെങ്കിൽ അത്തരം മറ്റ് സിനിമകൾ അതൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ അപ്സരേനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധിതനാവുമല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ അമ്മ സീരിയൽ വെക്കും, അല്ലെങ്കിൽ അപ്സര അതാണ് എൻ്റെ അപ്സരയുടെ ഏറ്റവും വലിയ ഹോബി സിനിമാസ് കാണലാണ്. മലയാളം നമ്മൾ കൂടുതൽ കൊറിയൻ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ മറ്റേ ആമസോണിലും ഇതിലൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഷൂട്ടില്ലാത്ത ഒരു ദിവസം 4-5 സിനിമയൊക്കെ കാണും. അക്കാര്യത്തിൽ ഞാൻ അപ്സരയും ഭയങ്കര സെറ്റാണ്. അപ്പം നമ്മൾ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ലായിരുന്നു. അപ്പം അപ്പോഴും എൻ്റെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് ഷോയാണ്. പിന്നെ നമ്മൾ വേറെ ഷോകളൊക്കെ ചെയ്ത് കുറേ വർഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, അതിൻ്റെ എഴുത്തുകാരൻ ഡയറക്ടറൊക്കെ ആയതുകൊണ്ട് ബിഗ് ബോസ് പറയുന്ന ഷോ എന്താണ്, കുറേ ആൾക്കാർ ഇരുന്ന് ഇത് കാണാത്ത കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ ഇപ്പോഴും. അവരെ പോലെ തന്നെ ഈ ഷോനെ കുറിച്ച് ഇതെന്ത് ഷോ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പിന്നീടാണ് ഇത് നിർബന്ധിതനായി കാണേണ്ടി വരുമല്ലോ. നമ്മൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും അപ്സര TV വയ്ക്കുന്നു, കാണുന്നപ്പോൾ നമ്മൾ കാണേണ്ടി വരും. കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഷോയുടെ ഒരു പാറ്റേൺ എന്താണ്, അതിൻ്റെ ഒരു രീതി എന്താണെന്ന് ശ്രദ്ധിച്ചത്. എപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര ഒരു മൈൻഡ് ഗെയിമാണ്. അതിനകത്ത് കിടക്കുന്ന 10-20 പേരുടെ ഒരു മൈൻഡ് വെച്ചുള്ളൊരു ഗെയിമാണ്. അതിലുപരി അത് കണ്ടുകൊണ്ടിരിക്കും നമ്മൾ തുടർച്ചയായിട്ട് കാണാൻ തുടങ്ങി നമ്മൾ കൂടി ആ ഗെയിമിനകത്തായി. ശരിക്കും പ്രേക്ഷകനെ വെച്ചിട്ടുള്ളൊരു മൈൻഡ് ഗെയിമാണിത്. ഇത് പിന്നീട് ഞാൻ ചരിത്രമൊക്കെ പഠിച്ചപ്പോൾ 1999 കണ്ട് തുടങ്ങിയതാണ്. നെതർലൻഡ്സിലെ ഒരു ചാനലിൽ, വെറോണിക്ക എന്നാണ് പറഞ്ഞ ചാനലിൽ തുടങ്ങിയൊരു ഷോയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ ലോകത്തിലെ ഏകദേശം ഒരുപാട് രാജ്യങ്ങളിൽ പല ഭാഷകളിൽ പോകുന്ന ബിഗ് ബ്രദർ എന്ന് പറയുന്ന ഷോയുടെ ഇന്ത്യൻ വെർഷനാണ് ബിഗ് ബോസ്. അപ്പോൾ ആ ഷോ ഒരു മൈൻഡ് ഗെയിമാണ്. ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്കാർ, കുറേ ഒരു അപരിചിതരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു വീട്ടിൽ താമസിക്കുക, അവിടെ വഴക്കുണ്ടാവുക, സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത്രയും ദിവസം ഈ ഷോ കണ്ടപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ സമ്മതിക്കണം. ശരിയല്ലേ? ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ടാവുക. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ മാറ്റി നിർത്തി. ഇപ്പം അപ്സരനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ, അല്ലെങ്കിൽ സിദ്ധു, അമ്മ, ചേച്ചി, ഈവൻ നമ്മുടെ വീട്ടിലെ ഈ നായ്ക്കുട്ടി ഉൾപ്പെടെ അല്ല, നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ഫുഡുകൾ, നമ്മുടെ അനിഷ്ടങ്ങൾ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അത്രയും ദിവസം അവിടെ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഞാൻ പറയുന്നത് ഒരാഴ്ചയെങ്കിലും അവിടെ നിന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. ഒരാഴ്ച ചിലപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് വരില്ല. 50 ദിവസമൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം നമ്മൾ. ഒരു ഹെവി ടാസ്ക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇതിൽ കണ്ടതിൽ അപ്സരയുടെ പെർഫോമൻസ് നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, മോഹൻലാൽ പറഞ്ഞു, അദ്ദേഹം ലാലേട്ടൻ പറഞ്ഞു അപ്സര നന്നായി ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇനിയൊരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുമ്പോൾ അപ്സരയുടെ പോലത്തെ ആക്റ്റീവായിട്ടുള്ള ഒരാളെ എടുക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയത്. കാരണം ഈ ക്യാപ്റ്റൻസി ഇതാണ് ശ്രദ്ധിക്കാൻ ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാപ്റ്റൻസി ടാസ്കിന് പോണതിന് മുമ്പ് പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോക്ക്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ സാധനം ജയിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞാൻ NCC കാൻഡിഡേറ്റ് ആണ്, എന്നെ പലർക്കും അറിയില്ല ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. NCCയിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ഒക്കെ. ശരി, അത്രയും മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. നമുക്ക് ജയിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ. അതായത് അന്നത്തെ ഗെയിം ഇഷ്ടപ്പെട്ട അന്ന് ഗെയിമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തുണ്ടായി ആദ്യം പറയട്ടെ. എന്തുണ്ട് അത് കണ്ടപ്പോ മോൻ എന്താ തോന്നിയത്? എനിക്ക് ഇത് സന്തോഷം. എന്തൊക്കെ ചെയ്തു അത് പറ. ഞാൻ പിന്നെ ഇവന്റെ വീട്ടില് ചാടി തുള്ളി ഇവന്റെ അമ്മയൊക്കെ അവരൊക്കെ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കരതായി. മത്സരം എന്ന് പറയുമ്പോൾ ജയം തോൽവിയൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ആപ്പിൾ കടിച്ചുകൊണ്ട് അത് ഹെവി ടാസ്ക് ആണ് സത്യം പറഞ്ഞാൽ. അത് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റിന് പറ്റുന്ന ഒരു ടാസ്ക്. ബുദ്ധി ഉപയോഗിച്ചാണ് അത് കളിച്ചത്. ഇങ്ങനെ തിരിഞ്ഞു കിടന്നിട്ട്
അപ്പൊ അതിൽ ജയിക്കുക തോൽക്കുകയൊക്കെ ചെയ്യും. അതിൽ ഇപ്പൊ നമ്മളൊരു മത്സരത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കാൻ കഴിയുക, ഒന്ന് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയുക. നമ്മളെന്താ പറയുക, തോൽക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ ജയിക്കുന്നത്. അപ്പോൾ വേറെ നമ്മളെക്കാൾ വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവുക, ഇതിലൊക്കെ ഉപരി ലക്ക് ഉണ്ടാവുക. ലക്ക് ഒരിക്കലും നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെയാണ് അത് ജയിച്ചത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ ആ മത്സരം കഴിഞ്ഞിട്ട് അപ്സര പറഞ്ഞ ഡയലോഗുകളാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആർക്കും തന്നെ അറിയില്ല, ഞാൻ NCCയിൽ 7ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അപ്സരയുടെ ആ ഒരു 30-40 സെക്കൻഡ് സമയം കൊണ്ട്, അല്ലെങ്കിൽ 1 മിനിറ്റ് താഴെയുള്ള സമയം കൊണ്ട് മോഹൻലാലിൻ്റെ അടുത്ത് അത് കറക്റ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു തഗ് പോലെ ഒരു പഞ്ച് ഡയലോഗ് പറയാനുള്ള ഒരു മിടുക്ക് എന്ന് വെച്ചാൽ സാധാരണ അപ്സര ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്, നമ്മളൊക്കെ എഴുതി കൊടുത്ത ഡയലോഗുകളാണ് അപ്സര അഭിനയിക്കുക. പക്ഷെ ഇത് ആരും എഴുതി കൊടുത്തല്ലോ, ആരും പറയുന്നില്ലല്ലോ. ഇപ്പൊ അപ്സര സാധാരണ പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇനാഗ്രേഷനൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് എന്ത് പറയണം അവിടെ ചോദിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇതിലൊരിക്കലും ഇങ്ങനെ ജയിക്കുമെന്നോ ക്യാപ്റ്റൻ ആവുമെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പൊ റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ വെല്ലുവിളിച്ചാണ് പോയത്. അപ്പോൾ ആ ഡയലോഗുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് വരും, രോമാഞ്ചം വരിക എന്ന് പറയില്ലേ, അത് ഞാൻ ജയിച്ചത് കൊണ്ടല്ല, ആ ഒരു സംസാരം ആ സമയത്ത്, അതായത് കൃത്യമായ ഒരു സമയത്ത് നമുക്ക് കൃത്യമായ ഒരു കാര്യം പറയാൻ കഴിയുക പറയുന്നത് വലിയ ഭാഗ്യം. പിന്നെ പൊതുവേ ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ കുറേ ദിവസം നിൽക്കും, പൈസ പേയ്മെൻറ്റ് മേടിച്ച് പോവും എന്നൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഉള്ളൊരു കാര്യമായിരുന്നു അപ്സര. പിന്നെ ഞാനെനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, അപ്സരയുടെ ഒരു 100-ൽ 20% മാത്രമേ അതിലിപ്പോഴും കണ്ടിട്ടുള്ളൂ. അപ്സര ഫിസിക്കലി ഭയങ്കര ഫിറ്റായിട്ടുള്ള ഒരാളാണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്ര ഫിറ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു ഹെവി ഫിസിക്കൽ ടാസ്ക്കാണ്. പക്ഷേ അപ്സരേനെ മെൻ്റലി ഒരാൾക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അന്ന് ഈ പ്രമോ ഒക്കെ പുറത്തു വന്ന സമയത്ത് യൂട്യൂബേഴ്സിൽ റിവ്യൂ ചെയ്യുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞു അപ്സരേനെ മെൻ്റലി റോക്കി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തല്ലോ, അവർ തമ്മിലൊരു ക്ലാഷൊക്കെ ഉണ്ടായി. അപ്പോൾ അപ്സര മാനസികമായി തകർന്നിട്ടുണ്ടാവും. കാരണം ഇതൊരു ഇത്രയും ഫിസിക്കലായിട്ടൊരു ടാസ്ക് ചെയ്യുമ്പോൾ മെൻ്റലി ഒരാൾ നമ്മളെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോകും. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അപ്സരേനെ നമ്മൾ വെല്ലുവിളിച്ചാൽ ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്സര. നമ്മൾ അപ്സര കാണുമ്പോൾ എപ്പോഴും ചിരിക്കുന്ന വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അപ്സരനെ ഏറ്റവും കൂടുതൽ നേരിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്സരനെ നമ്മൾ ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ പോവാതിരിക്കണം എന്നുള്ളത്. ചലഞ്ച് ചെയ്താൽ അത് എന്ത് കാര്യം ആയിക്കോട്ടെ, എന്നുവെച്ചാൽ വേറെ മോശം രീതിയിലല്ലോ ഞാൻ പറയണത്, എന്തൊരു കാര്യം ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പം ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നൊരു ഷോ ഉണ്ടായിരുന്നു, സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറഞ്ഞിട്ട് കാര്യം TV. അതിൽ അപ്സര ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണി 3 മണി വരെയൊക്കെ ഷൂട്ട് പോകും. രാവിലെ ഒരു 7 മണി 8 മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഷൂട്ട് ചെയ്യണം. അപ്പം ഞാൻ പലപ്പോഴും പറയും ഇനി ഒരു ഡാൻസ്, ഓപ്പണിംഗ് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും, ഞാൻ പറയും വേണ്ട, നീ ഇനി നിൽക്കണ്ട, പിന്നെ 3-4 മണിക്കൂർ കിടന്ന് ഉറങ്ങാം, അപ്പം മറ്റൊരു ചെയ്തോളും. അത് പറ്റൂ, അത് ഞാൻ ചെയ്തോളാം, അത് ചേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഡെഡിക്കേഷൻ പവറാണ്. അതായത് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ചെയ്തെടുക്കാൻ വേണ്ടി അപ്സര എത്രത്തോളം മെനക്കെടും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗെയിമിൽ അപ്സര അടുത്ത് കണ്ടപ്പോൾ വലിയ അത്ഭുതം തോന്നിയില്ല. പക്ഷെ പറഞ്ഞേട്ടാ ഭയങ്കര ഗൂസ്പംസ്. അത് ആ ഡയലോഗിന് അത് കുറച്ച് ഡയലോഗ് അതെല്ലാവർക്കും തോന്നിട്ടാ. ജനറലി നമുക്ക് ഒരാള് ജയിച്ചിട്ടുണ്ടെന്നിട്ട് പറയാം എന്നെ പലർക്കും അറിയില്ല, ഇവിടെയുള്ള എല്ലാരും എന്നെ ഭയങ്കര മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തേക്കല്ല. ഇതിനു മുമ്പ് അപ്സര ചെയ്ത ഏഷ്യാനിലെ സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയലാണല്ലോ, ജയന്തി അടുത്ത്. അതൊരു ചെറിയ പരദൂഷണമൊക്കെ പറയുന്ന നാട്ടിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ആ ഒരു ക്യാരക്ടറാണ് അപ്സര എന്നാണ് പല ആൾക്കാരും വിചാരം. അതല്ല, അപ്സര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സര വളരെ യങ് ആണ്, മാത്രമല്ല നല്ല സ്ട്രോങ് ആണ്, ഫിസിക്കലി അല്ല മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണ് അപ്സര. പിന്നെ അപ്സര MCCയിലുണ്ടായിരുന്നു, അപ്സരയുടെ അച്ഛൻ പോലീസിലായിരുന്നു അല്ലേ, ഇവൻ്റെ അച്ചാച്ചൻ, അമ്മയുടെ അച്ഛൻ. അപ്പം പോലീസിലായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പം തൊട്ട് ഇതൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്ത്. ഇപ്പൊ ഈ അസീറോക്കിയുടെ എവിക്ഷനായിട്ട് ബന്ധപ്പെട്ടും ആദ്യം ഉണ്ടാവുന്ന ഒരു ഫൈറ്റും അപ്സരയായിട്ട് തന്നെയാണ്. കാരണം ജഗട തുടങ്ങുന്നതും ഈ പറഞ്ഞ പോലെ ഒരു ഫുഡിന്റെ കേസിൽ, അതും പറഞ്ഞ പോലെ പലരും പറയുന്നത് അത് നിസ്സാരമാണോ എന്ന് ചോദിച്ചാണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ലേ എന്ന് പറഞ്ഞ കേസിലാണ് തുടങ്ങുന്നത്. ശരിക്കും എപ്പിസോഡ് കണ്ടിരുന്നു ഫുള്ളും? ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ, 57,000 പേരൊക്കെ ലൈവിൽ കണ്ട ആദ്യമായിട്ടായിരിക്കും ഏഷ്യാനെറ്റിൽ. നമ്മൾ സാധാരണ വല്ല ക്രിക്കറ്റൊക്കെ വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒരുപാട് പേര് കാണുന്നതായിരിക്കും, അല്ലാതെ കാണുന്നത് തന്നെ. അതാ ഒരു സത്യത്തിൽ അത് റോക്കിയും സിജോയും തമ്മിലുണ്ടായ ഒരു അടിയുടെ അത് കാണാൻ വേണ്ടിയായിരിക്കും ആൾക്കാർ ഇരുന്നത്. ഇതിനൊക്കെ മുമ്പാണ് അപ്സരയും റോക്കിയും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായത്. അതിൽ നമ്മളങ്ങനെ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. അതെന്ന് വെച്ചാൽ ഇപ്പോൾ 15ാമത്തെ ദിവസത്തെ എപ്പിസോഡാണ് അവർ ടെലികാസ്റ്റ് ചെയ്തതെങ്കിൽ ഒരു 16 ദിവസമായി. അതിന് മുമ്പ് 3-4 ദിവസം മുമ്പ് അവർ ചെന്നൈയിൽ വന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്.
10-20 ദിവസമായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർ ആരും കാണാതെ മറ്റു ഒരു പരിചയമില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കുക. അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രൊവോക്ക് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടാവും. പിയാസി റോക്കി അയാളെല്ലാവരുടെ അടുത്തും അതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്. അതിൽ നമുക്ക് അയാൾ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അത് പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഗെയിമേ അങ്ങനെയാണ്. ഇതൊരു ഭയങ്കര മൈൻഡ് ഗെയിമല്ലേ. അപ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ വീട്ടിൽ 3 നേരം ഊണും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായി ഫാനിട്ട് കിടന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്തിനാണ് ഒരു നേരത്തെ ചോറിന് വേണ്ടി 2 ചപ്പാത്തിക്ക് വേണ്ടി തല്ലൂർന്നതിന്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്, അത്രേ കിട്ടുള്ളൂ. അപ്പോൾ അവർ തമ്മിലുണ്ടായ വഴക്കിനെ കുറിച്ച് നമ്മൾ പറയില്ല. പക്ഷേ ഈ റോക്കി എന്ന് പറയുന്ന അയാളുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, ചിലപ്പോൾ അയാളുടെ ഗെയിമായിരിക്കാം. എല്ലാ ആൾക്കാരെയും അയാൾ ടാർഗറ്റ് ചെയ്ത് ചില ആൾക്കാർ, അതായത് ഒട്ടും പെർഫോം ചെയ്യാത്ത ആൾക്കാരല്ല, നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നന്നായി കോണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം അപ്സരയുടെ അടുത്ത് സംസാരിച്ചത്. അപ്പം മാനസികമായി തളർത്താമെന്നൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഇതിനു മുമ്പ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ സമയത്ത് പറഞ്ഞു. അതിനുശേഷം നല്ല ക്യാപ്റ്റൻ എന്നുള്ളത് മോഹൻലാൽ കൊടുക്കുന്ന സമയത്ത് പോലും റോക്കി പറഞ്ഞത് അപ്സര കൊള്ളാം, നല്ല ക്യാപ്റ്റനൊക്കെ തന്നെയാണ്. കാരണം എല്ലാവരും നല്ലൊരു പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുപോയി. പക്ഷെ അപ്സരേനെ ഇങ്ങനെ എന്താണ് പറയുക, മനഃപൂർവ്വം ഇങ്ങനെ പച്ചമലയാളത്തിൽ പറഞ്ഞ് ചൊറിഞ്ഞോറ് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പരിധി കഴിയുമ്പോൾ ആരായാലും തിരിച്ച് പ്രതികരിക്കുമല്ലോ. പ്രത്യേകിച്ച് അത് അപ്സര എന്തായാലും പ്രതികരിക്കും. എനിക്കറിയാം അപ്സര. ഇപ്പം അപ്സരയുടെ ഫാമിലി സത്യം എന്താണ് നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരു ചേട്ടന് പറഞ്ഞത് ഒട്ടും പുള്ളിക്കാർക്ക് അത്ര ആ സിറ്റുവേഷനിൽ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ആ സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈവ് ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ എന്ത് പറഞ്ഞു എന്നൊക്കെ വെച്ച് അപ്സര പറയണം. പിന്നെ എന്ത് പറഞ്ഞു ഇതാ വെച്ചാൽ ബാക്ക് അടിച്ച് കാണാനും പറ്റില്ലല്ലോ. ഒരു 3-4 മിനിറ്റ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് അപ്സരാനിപ്പോൾ എന്നെയല്ല, അപ്സരയുടെ വീട്ടുകാരും അപ്സരയുടെ സുഹൃത്തുക്കളും ഏറ്റവും കൂടുതൽ അപ്സരയ്ക്ക് അറിയാവുന്ന, അപ്സരയ്ക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അപ്സരേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറഞ്ഞാൽ അപ്സര ചാടി ഇറങ്ങി പ്രതികരിക്കും. ഇപ്പം നമ്മൾ ഇന്നാളെ ഇവിടെ പോയപ്പോൾ നമ്മുടെ വണ്ടി തട്ടിയത്, നമ്മൾ വഴക്കുണ്ടാക്കിയത്, നമ്മൾ ഇവിടെ പോയിരുന്നു. ഇവിടെ മൂന്നാറ് തേക്കടി എവിടെ പോയിരുന്നു? മൂന്നാറ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു വളവിൽ വെച്ച് വണ്ടിയും വേറെ ജീപ്പുകാരൻ തട്ടി. മൊത്തം തമിഴന്മാര്. ഒരു ഡ്രൈവർമാരെ കൂടി ഭയങ്കര ചീത്ത വിളി. പക്ഷെ അപ്സര ബാക്കിലിരുന്ന് ഉറങ്ങായിരുന്നു. പക്ഷെ അപ്പൊ നമ്മുടെ ഫാമിലിയാണ് അതിനകത്തുള്ളത്. അപ്സര ചേച്ചി, അമ്മ, അത് ഉറക്കമായിരുന്നു. പക്ഷെ അപ്സര അപ്പൊ അവിടെ മലയാളികളൊക്കെ തടിച്ചു കൂടി. അപ്പൊ അപ്സര വണ്ടിയിൽ നിന്ന് വേണമെങ്കിൽ ഇറങ്ങാതിരിക്കും. ഞാൻ പറഞ്ഞു നീ ഇറങ്ങണ്ട, കാരണം ഇറങ്ങാതിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോ സീരിയലായിട്ട് ആൾക്കാർ ആയിക്കഴിഞ്ഞാ. പക്ഷെ അപ്സര അങ്ങനെയല്ല. അവസാനം അപ്സരനെ ഞാൻ പിടിച്ചു മാറ്റേണ്ടി വന്നു. എന്ന് വെച്ചാൽ അയാൾ എന്നെ തമിഴിൽ തെറി വിളിച്ച സമയത്ത് അപ്സരയ്ക്ക് അത്യാവശ്യം നമ്മളൊക്കെ അറിയാം. അപ്സര ഇറങ്ങി ആരോടെ ഏറ്റവും പിന്നെ തമിഴിലെ ഭയങ്കര വഴക്കായി. പിന്നെ ഭയത്തിന് ആരും അടുത്ത് വീട്ടില്ല. എന്ന് വെച്ചാൽ അപ്സരേനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പം എന്നെ മാത്രമല്ല, ഇപ്പം ഇവനെ ആയാലും അപ്സര നമ്മളറിയുന്ന ആരെക്കുറിച്ച് പറഞ്ഞാലും അപ്സര അവിടെ ബോൾഡായിട്ട് പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കും. അങ്ങനെ ആയിരിക്കണം പെൺകുട്ടികൾ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. എനിക്ക് അപ്സരയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പം ഇന്നലെ തന്നെ ഞാനിപ്പം അവിടെയുള്ള കുറേ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഇവർ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് റോക്കീനെ സിജോ ഭയങ്കര പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോക്കിയുടെ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അൻസിബിയും ഋഷിയും, ഇവർ രണ്ടുപേരും എൻ്റെ ആൾക്കാരാണ്. രണ്ടുപേരും എന്നെ അറിയാവുന്ന ആൾക്കാരാണ്. ഈ വിഷുവിന് ഞാനും അൻസിബി ഒരുമിച്ചാണ് ധർമ്മജ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കണി കണ്ട് കൈനീട്ടം വാങ്ങിച്ചത്. ഒരു സ്ഥലത്ത് വെച്ച് രാത്രി 12 മണി 1 മണി. അപ്പോൾ ഋഷിയായിട്ട് നമ്മൾ പണ്ടേ പറഞ്ഞില്ല. ഋഷിപ്പൻ്റെ ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞോട് വേറെ ഋഷിയെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്ന് ഓടി വന്ന ഇടയിൽ നിന്നെങ്കിൽ ചിലപ്പോൾ അത്രയും ഒരു ഫിസിക്കൽ അസൾട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതവർ ചെയ്തില്ല. പക്ഷെ ഇതിനു മുമ്പ് അവിടെ വേറെ ആരാണ്, ഈ ജിൻഡോനും റോക്കിയും തമ്മിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അപ്സര ക്യാപ്റ്റനായിരുന്നു. അപ്സര അതിൽ ഇടപെട്ടു. ജിൻഡോനെ വിളിച്ചു വരുത്തി തടയിക്കാൻ നോക്കി. അപ്പം എന്ന് വെച്ചാൽ അപ്സര എല്ലാ കാര്യത്തിലും വേറെ, അതായത് അവനവൻ്റെ കാര്യം മാത്രം നോക്കി, എൻ്റെ കാര്യം മാത്രം മതി, വേറെ പോകണ്ട എന്ന് പറയുന്ന ആളാണ്. ഞാൻ പറയണെങ്കിൽ ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ മുന്നിൽ ഒരു പെണ്ണ് കരയുന്നു രാത്രി. അപ്പം ആ വീട്ടിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് അപ്സര വിളിച്ചു നീ ഒരു പെണ്ണുകാരാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ്, അപ്പം എന്താണ് പ്രശ്നം എന്താണ്? അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ, അതായത് അവിടെ ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ആ ചേച്ചി കരയാണ്, ഒന്നീ പോലീസിനെ വിളിക്കണം അല്ലെങ്കിൽ നമുക്ക് പോയി ചോദിക്കും. ഞാൻ 12 മണിക്ക് അല്ല ഏട്ടാ പോകണം, നാളെ ഞാനിതുപോലെ ഇവിടെ കിടന്ന് കരഞ്ഞ ആരെങ്കിലും വരാൻ വേണ്ടി. ഇത് അപ്പോൾ 12-12:30 രാത്രി പറയുമ്പോൾ
എന്ന് വെച്ചിട്ട് എല്ലാത്തിലും ഇടപെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ള സമയങ്ങളിൽ ഇടപെടും. അത് ബെറ്റർ ക്വാളിറ്റിയാണ്. ഇനി ഇങ്ങനെ ഇടപെട്ടത് കൊണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആണുങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാസും, പെണ്ണുങ്ങൾ പറയുമ്പോൾ ഈ പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ കൊച്ചെടുത്തത്, ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാധാരണ പ്രേക്ഷകരുണ്ടാവും. അവരടുത്ത് എനിക്ക് പറയാനുള്ളത് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം ഇന്നത്തെ കാലത്തില്ല. തെറ്റായിട്ടുള്ളൊരു കാര്യം കണ്ടാൽ നമ്മളവിടെ കൃത്യമായി സംസാരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അത് ചിലപ്പോൾ നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മുടെ കുടുംബത്തിനെയും അച്ഛനെയും അമ്മേനെയും ഭർത്താവിനെയൊക്കെ ഒരാൾ ഇന്നലെ റോക്കി എന്നെ പറഞ്ഞു, നീ എൻ്റെ ഭർത്താവിനെ പറഞ്ഞു, നാളെ അപ്സരയുടെ അച്ഛനെ വിളിക്കില്ല എന്നെന്ത് ഉറപ്പ്, നാളെ അമ്മേനെ വിളിക്കില്ല എന്നെന്ത് ഉറപ്പ്. അയാൾ പ്രൊവോക്കായിട്ട് സിജോന്റെ മുഖത്ത് അടിച്ചു. വെറുതെ ഇങ്ങനെ അടിക്കുന്നില്ലേ ഇത് അടിച്ചിട്ട് ഇപ്പം എന്തോ സിജോന്റെ താടിയിലേക്ക് ഓപ്പറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലാന്ന് കേട്ട്. അതൊരു പെണ്ണിനെയാണ് അടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അപ്സരേനെ ആയിരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലേഡി കണ്ടസ്റ്റന്റിനെ ആയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ മരിച്ചു പോവും അടി കൊണ്ട് താഴ്ത്തുകൊണ്ട്. സിജോ അത്രയും ഫിറ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടായിരിക്കും അടി തടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയല്ല ബിഗ് ബോസ് പുറത്ത് വിട്ട് സ്പോട്ടില് പറഞ്ഞു. ഞാൻ പറയുന്നത് അതാ ഗെയിമിന്റെ ഭാഗമൊക്കെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാന്ന്. പക്ഷെ അപ്പൊ നമ്മൾ അവിടെ കൺട്രോൾഡായിരിക്കാന്നുള്ളതാണല്ലോ ഒരു കണ്ടസ്റ്റന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്സരയ്ക്ക് കരുനാക്കുണ്ടെന്ന് അപ്സര ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ അത് ഇന്നലെ എനിക്ക് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാനൊരു അങ്ങനെ ഒരു സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്സര ഇന്നലെ റോക്കറ്റ് വഴക്കുണ്ടായ സമയത്ത് പ്രമോല് കണ്ടൊരു കാര്യമാണ്, എൻ്റെ പല കളികളും നീ കാണാതിരിക്കുന്നുള്ളൂ, അല്ല കാണാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ കാണാനുള്ള ഭാഗ്യം നിനക്ക് അത് അറം പറ്റിയ പോലെ പോയി. കുറെ ആൾക്കാർ ഏഷ്യാനെറ്റിന്റെ താഴെ വന്ന് കമന്റ് അപ്സരയുടെ കരുനാക്കാണോ മറ്റേ എനിക്കത് ചോദിക്കേണ്ട അപ്സര വരുമ്പോ ഇനി വേണം നോക്കാൻ. ഇളമയ്ക്ക് കരുനാക്ക തന്നെ കരുനാക്കൊന്നുമില്ല. ആ അങ്ങനെയൊന്നുമില്ല. അത് ഇവൻ എന്നെ പോലെയാണ്. എത്തിഷ്ട ആക്കും ഞാൻ ഇവനെ. അല്ല ഞാൻ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല എളമനോട് എന്താ പറഞ്ഞ ബിഗ് ബോസിൽ ഇങ്ങനെ പോണതിന് മുമ്പ് പോയിട്ട് അടിപൊളിയാക്കണം, 100 ദിവസം നിൽക്കണം എന്നാണ് പറഞ്ഞത്. ട്രോഫിയൊക്കെ മേടിച്ചോണ്ട് വരണം. അതായത് ഏറ്റവും രസം എന്താ വെച്ചാൽ ഇവൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ബിഗ് ബോസിൽ ഇത് പോവാൻ തീരുമാനിച്ച് ഓക്കെ സെലക്ഷനൊക്കെ ആയി ഫൈനൽ ഇതായി എല്ലാം കഴിഞ്ഞ് ഓക്കെ മെഡിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് കുറേ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പോകാൻ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും നീ എന്താ ചെയ്യുന്നത്, അത് ഗെയിമല്ലേ, നീ പറ്റാവുന്ന പോലെ നിൻ്റെ പോലെ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഇവനും ഞാനും അവളും കൂടി എവിടെ പോവാണ്. അപ്പോൾ ഇവൻ അല്ല ഇവിടെ വീട്ടിലുള്ള ദിവസം ഇങ്ങ് വന്ന ഇളാമ ഇളയച്ചൻ പറഞ്ഞ പോലെ ഒന്നുമല്ല. ഇളയച്ചൻ എന്നെ വിളിക്കണേ അവളെ ഇളാമേനെ. ഇളയം അവിടെ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. എന്താണ് ഡ്രസ്സ് മാറ്റുമ്പോൾ സൂക്ഷിക്കണം. ചുറ്റും ക്യാമറയാണ്. രാത്രി ലൈറ്റൊക്കെ കെടുത്തിയിട്ട് ഡ്രസ്സ് മാറിയാൽ മതി. എന്ന് നമ്മളൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കണം. എന്തെന്നാ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നന്നായിട്ട് പാചകം വയ്ക്കണം, ഒന്ന് നന്നായിട്ട് പാചകം വെക്കണം. പിന്നെ 3 കാര്യങ്ങളാണേ. പിന്നെ നന്നായിട്ട് ഇതേപോലെ വഴക്കൊക്കെ കൂടണം. അല്ല ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ തിരിച്ച് വഴക്ക് തന്നെ പറയണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് ഗെയിം കളിക്കണം. ഈ 3 കാര്യം പറഞ്ഞു വിട്ടുണ്ട്. അതാണ് ഇതേപോലെ പിടിച്ചിരിക്കണം. അതാണ് പിടിച്ചിരിക്കണം. ഇതിന്റെ പിന്നിലുള്ള സൂത്രം ഐഡിയ കംപ്ലീറ്റ് പറഞ്ഞെടുത്താരെന്ന് മനസ്സിലായില്ലേ? അതാണ്. ഒന്നും പറഞ്ഞെടുത്തില്ലല്ലേ? ശരിക്കും ഇവരുടെ അമ്മ അപ്സരയുടെ അമ്മ പറയും പ്രസവിച്ചത് അപ്സരയുടെ ചേച്ചിയാണെങ്കിലും അമ്മയാണ് അപ്സര എന്ന് പറയും. എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ. എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ല എന്നല്ല കേട്ടോ, ഇവന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞു. അവര് പൊന്നുപോലെയാണ് നോക്കുന്നത്. പക്ഷെ എപ്പോഴും അപ്സരയ്ക്ക് കുറച്ച് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഭയങ്കര ഒരു ബോണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ വന്നിരിക്കാൻ കാരണം ഞാൻ പറഞ്ഞ ഇളയമ ഇവിടെ ഇല്ല, അത് സാരമില്ല, നമുക്ക് പൊളിക്കാം. എന്നാലും ഞാൻ വീട്ടിൽ വന്നിട്ട് ഫോട്ടോയില് ഇളമ നന്നായിട്ട് കളിക്കുന്നത്. അതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഡാൻസ് കളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ ജിൻഡോയായിട്ട്. അത് ഭയങ്കര നല്ല രസമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. ഈ കേരളത്തില് ഈ മോഹിനിയാട്ട വിഷയം ഭയങ്കരമായിട്ട് കത്ത് നിൽക്കുമ്പോഴാണ് ബിഗ് ബോസിലും അതിന്റെ സമാനമായിട്ടുള്ള സംഭവം. ശരിക്കും അതിലൊരു കാര്യം കൂടി ഉണ്ട്, അപ്സര എന്നൊരു ഭയങ്കര ഡാൻസറും കൂടെ ഞങ്ങൾക്ക് കാണാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യമാണല്ലോ. അപ്സര ഈ പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അപ്സര നന്നായി ഡാൻസ് ചെയ്യും. ഇപ്പൊ ഞാൻ തന്നെ ചെയ്തിട്ടുള്ള കുറെ ഷോകളുണ്ട്, ഇതിലൊക്കെ അപ്സര ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്സരക്ക് ഡാൻസ് എന്ന് വെച്ചാൽ പ്രാന്താണ്. അതിലെ ഏറ്റവും വലിയ കാര്യം ഞാൻ പോസ്റ്റ് ഇട്ടാലോ എന്ന് ആലോചിച്ചാണ്. ഇപ്പോഴത്തെ സമയത്ത് ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറയുന്നൊരു ഷോ
ചെയ്യുമ്പോൾ നമ്മളതിൽ പെയറാണ് ഇങ്ങനെ പെയറായിട്ട് മെയിൽ ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. എലീന പടിക്കൽ, കിഷോർ, ഗൂഗിളി പ്രദീപ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സീരിയലിൽ, ദേവി ചന്ദന, അങ്ങനെ കുറേ. അപ്പം ഞാനാണ് ഡയറക്ടർ. അപ്പം അപ്സരയ്ക്ക് ഇങ്ങനെ ഇവരിങ്ങനെ പെയർ അങ്ങനെയൊക്കെ മാറി ഇങ്ങനെ കളിക്കുമല്ലോ. ജീവിതത്തിൽ ഇന്ന് വരെ ഡാൻസ് കളിക്കാത്ത ആൾക്കാരാണ് ഗൂഗിളി പ്രദീപ്. അപ്പൊ അപ്സര പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടായി കളിക്കും, ചേട്ടാ നമുക്ക് പെയർ കളിക്കാം. അപ്പൊ അങ്ങനെ ഒരു ആവേശത്തിന്റെ പുറത്ത് സമ്മതിക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് റിഹേഴ്സൽ സ്ഥലത്ത് ഗൂഗിളി പ്രദീപേട്ടൻ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത്, ആൽബി എന്നെ കൊണ്ടൊന്നും പറ്റൂല, എന്ത് ആ കൊച്ചിന് പ്രാന്താണ്, അവളെ അടിച്ച് പിച്ചി മാന്തി ഇത് തെറ്റിച്ചു അപ്പം അടിക്കും. ടീച്ചറെ പോലെ, പഴയ ഡ്രൈവിംഗ് സ്കൂളിലെ ആശാന്മാരെ പോലെയാ, അടിച്ചു മര്യാദയ്ക്ക് കളിക്ക്. ഗൂഗിളി പ്രതിപേട്ടൻ ഇത്രയുണ്ട്, ഇത്രേ ഉള്ളൂ, പക്ഷെ മര്യാദയ്ക്ക് കളിക്ക്. അപ്പം ഞാൻ ഈ എപ്പിസോഡ്, ഡാൻസിൻ്റെ എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, മിക്കവാറും ആ ജിൻഡോടെ 2 കൈയുടെ 2 സൈഡിലും അതവിടെ ഇവർ സൂചിപ്പിക്കുന്നത് ഇത് അടിച്ച് പിരിഞ്ഞ് പോകണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ്. അത് വെച്ചാല് അത് ഒരു ഡാൻസ് കളിക്കാൻ സമ്മതിച്ചു കൊടുത്താൽ തീർന്ന്, പിന്നെ അത് പഠിക്കണം. 100-200 റിഹേഴ്സൽ ചെയ്താലും അപ്സരയ്ക്ക് മതിയാവില്ല. ജിൻഡോ അന്ന് വശം കെട്ടുണ്ടാവും. പിന്നീട് എപ്പോഴെങ്കിലും ജിൻഡോ പുറത്ത് വരുന്ന സമയത്ത് ആള് പറയും, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ്, ഒരുപക്ഷെ അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും കളിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആൾ പറയും. അത് അപ്സര അത് പഠിപ്പിച്ചെടുത്ത് കളിക്കും. അതൊരു ഭയങ്കര ഡെഡിക്കേഷനാണ്. ഒരു പക്ഷെ ഞാൻ പറയുന്നു, അതുവരെ സഹതാപ തരംഗത്തിന്റെ പുറത്താണ് ജിൻഡോ വന്നത്. അന്ന് അടുക്കളയിൽ അപ്സര ആ ഡാൻസിന് വിളിച്ചുകൊണ്ടുപോയി അവിടെ രാമനാഥനാക്കും എന്നൊക്കെ പറഞ്ഞ് കളിപ്പിച്ചു. അതൊരു ദിവസം പ്രമോലൊക്കെ വന്നു. അത് കഴിഞ്ഞാണ് ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇവർ ഡാൻസ് കളിച്ച്. അതോടുകൂടി ഈ ജിൻഡോ എന്ന് പറയുന്ന ആൾക്ക് ആ ഷോയിൽ കുറച്ചുകൂടി ആരാധകരും അല്ല ഒരു ഫാൻസ് ഒക്കെ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഭയങ്കര ഒരു സ്റ്റെപ്പ് ഒന്ന് പോകും, അല്ലെങ്കിൽ താഴെ തീരെ മണ്ടൻ എന്നുള്ള നിലയിൽ നിന്ന് മാറി നല്ലൊരു എന്റർടൈനർ എന്നുള്ള ഇളവരൂടെ കളിച്ചോണ്ട് ഇങ്ങനെ ചാടി കളിക്കണേ കാണാൻ മതി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ ഒരുപാട് കമന്റുകൾ, നല്ല നല്ല കമന്റുകളും. പക്ഷെ അദ്ദേഹം കിട്ടിയ അവസരം അതെന്തോ ആളുടെ അറിവ് കുറവാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആൾ ഗെയിമാണോന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം പവർ ടീമിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഗ്രാഫ് താഴോട്ടാണോ ഇതെനിക്കൊരു ഡൗട്ട്. മൊത്തത്തില് 2-3 ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കണ്ടല്ലോ. ഈ 2-3 ദിവസം ഇപ്പൊ പുറത്തുനിന്ന് ഇപ്പൊ ചേട്ടൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എന്തൊക്കെയാ ബേസിക്കലി കമന്റ് ആയിട്ടൊക്കെ അറിയിക്കാറുള്ളത്? എന്ന് വെച്ചാല് പൊതുവേ ഞങ്ങൾ ഇപ്പൊ ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ കുറെ മാസ്ക് എടുക്കാണ്ടില്ലേ, നമ്മൾ രണ്ടുപേരും കൂടി പുറത്ത് പോകുമ്പോൾ പരമാവധി മാസ്ക്, അങ്ങനെ വേറെ ഒന്നുമല്ല, നമ്മുടെ സമയം പോകും. അപ്പോൾ നമ്മളെന്താ പറയുക, ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ പൊതുവേ ഒറ്റയ്ക്കാണെങ്കിൽ വീട്ടിൽ ഒരു 50 ദിവസം ഇരിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഫുഡ് സ്വിഗ്ഗിയിൽ ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് ചെയ്ത് കഴിക്കാൻ, അല്ലെങ്കിൽ വെച്ച് കഴിക്കും, അങ്ങനെയൊക്കെ പോകും. അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ അപ്സരയുടെ അടുത്ത് പറഞ്ഞിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളെപ്പോഴും ലീഡറായി എന്നാലേ ആ ഒരു ഷോയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ വേറൊരാളുടെ എന്താണ് പറയുക കമ്പാനിയനായിട്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു അണി മാത്രമായിട്ട് പോയ ഈ ഷോയിൽ അധികം നാൾ പോവില്ല. പറ്റുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ക്യാപ്റ്റനാവണം. നമ്മളെപ്പോഴും ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ള ഗെയിമാണത്. അവിടെ കൊണ്ടുവരുന്ന 18 പേരും 19 പേരും ലീഡറാവാൻ തന്നെ മത്സരിക്കണം. എന്നാൽ അതാണ് ആ ഷോയുടെ സക്സസ്. ഞാൻ ഷോ ചെയ്യുന്ന ഒരാളെ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ആണ് സക്സസ്. അത് അപ്സര 2ാമത്തെ ആഴ്ച, ആദ്യത്തെ ആഴ്ച നറുക്കിട്ടെടുത്ത പോലെയാണ് ക്യാപ്റ്റൻ വന്ന്, 2ാമത്തെ ആഴ്ച കറക്റ്റായിട്ട് അപ്സര ക്യാപ്റ്റനായി. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ച സംസാരം കഴിഞ്ഞ സമയത്ത് പിന്നീട് ബോണസ് പോലെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടൻ പറഞ്ഞത് ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ളൊരു ഇത് കൊടുക്കും. ഞാൻ ഇതിനു മുമ്പ് ബിഗ് ബോസ് കാണാത്തതുകൊണ്ടോ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ കൊടുക്കാറുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ആവട്ടെ കൊടുത്ത്, അത് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് എന്താ ചോദിച്ചോ, അല്ല ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഈ ഒരു കുറച്ച് പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അപ്സരയുടെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നത് അപ്സര ക്യാപ്റ്റനായിട്ട് വരണം, പരമാവധി നേരത്തെ ക്യാപ്റ്റനാണ്, എപ്പോഴും ലീഡറായി നിൽക്കണം. ലീഡർ ആവണമെങ്കിൽ അണികൾ വേണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, കൂടെ എത്ര ആളുണ്ടോ അതനുസരിച്ചാണ് ലീഡർ എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ട് നമ്മുടെ കൂടെ ആളുകൾ നിർത്താൻ പറ്റണം. അതുപോലെ ലീഡർഷിപ്പിലേക്ക് വരണം. അത് കറക്റ്റായിട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് പോലും പറഞ്ഞത് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കുമ്പോൾ അപ്സരയുടെ പോലത്തെ ആൾക്കാർ വേണം. 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, പരമാവധി ദിവസം എന്ന് വെച്ചാൽ 100 ദിവസം നീ അവിടെ പിടിച്ചു നിൽക്കണം. അപ്പോൾ അവൾ അന്നേ പറഞ്ഞ് 100 ദിവസം പിടിച്ചേക്കല്ല, കപ്പും കൊണ്ടേ ഞാനിങ്ങോട്ട് വരും. ഇവിടെ ഒരുപാട് ട്രോഫി ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ട്രോഫി ഏഷ്യാനെറ്റിന്റെ സ്റ്റാർട്ട് മ്യൂസിക്കിലെ ട്രോഫിയാണ്. സ്റ്റാർട്ട് മ്യൂസിക്കിലെ ട്രോഫിയാണ്. ഈ ട്രോഫിയൊക്കെ വലിയൊരു ട്രോഫിയും കൊണ്ടേ ഞാൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ അപ്സര പോയത്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു 100 ദിവസം നിൽക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പുറത്തിറങ്ങുമ്പോൾ, നിങ്ങൾ ചോദിച്ചു പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്ത് പറയുന്നത്, ആൾക്കാർ പറയുന്നത് അപ്സര തീർച്ചയായിട്ടും കപ്പ് കൊണ്ടുവരും, അവൾക്ക് അതിനുള്ള ഒരു ഇതുണ്ട്.
പ്രത്യേകിച്ച് ചില സ്ത്രീകൾ പറയുന്നത് ഈ സ്ത്രീകൾ പൊതുവെ ബിഗ് ബോസിൽ ചിലപ്പോൾ കൊറേ നിറച്ചാണ് ഇരിക്കുന്നത് ഈ ട്രോഫികൾ അപ്പൊ ആൾക്കാർ പൊതുവെ ചില ആൾക്കാർ പറയുന്നത് ബിഗ് ബോസിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ മെയിൽ ഡൊമിനന്റ് അങ്ങനെയാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. അപ്സര അത് കൃത്യമായിട്ട് ചെയ്തു. അപ്സര ഇപ്രാവശ്യം വിന്നറാവും, നോക്കിക്കോ. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ കഴിഞ്ഞ സിനിമയ്ക്ക് ഒറ്റയ്ക്കൊന്നും പോറ സിനിമയ്ക്ക് പോയ സമയത്ത് പോലും പറഞ്ഞു, ഓ ഇപ്രാവശ്യം വിന്നർ അപ്സര തന്നെ എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അതിനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ആളാണ്. പിന്നെ ഇതൊരു മത്സരമാണ്, നമുക്കിത് എന്ത് സംഭവിക്കും എന്ന് അറിഞ്ഞോളാം. പക്ഷെ ഉറപ്പാണ് അപ്സര ആ ഫൈനൽ വരെ എത്തും. അത് അവള് ചത്ത് കിടന്നിട്ടായാലും അവൾ അതിൽ ജയിക്കാൻ വേണ്ടി ചെയ്യും. പിന്നെ ഇപ്പൊ അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാര്യനെ കുറിച്ച് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ രാത്രി 1 മണി 2 മണിക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ലൈവിൻ്റെ താഴെയും അല്ലെങ്കിൽ മറ്റ് വീഡിയോസിൻ്റെ താഴെയൊക്കെ നമ്മൾ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ താഴെയുള്ള കമൻസ് നോക്കിയാൽ മതി. അപ്സരനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അറിയാൻ പറ്റും. അല്ല, അത് വേൾഡ് വൈഡ് ആയിട്ടുള്ള മലയാളികൾ പറയുന്ന അഭിപ്രായമാണ്. അതിൽ 100% പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ്സും ഉണ്ടാവും. അത് ഈ ഷോയുടെ ഭാഗമാണ്. അപ്പോൾ മഹാഭൂരിപക്ഷം ആൾക്കാരും അപ്സരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റാണ് അപ്സര വിന്നറാവും എന്നാണ് പറയുന്നത്. അപ്സര വിന്നറാവും.